ആദ്യം നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്നിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം നമുക്കറിയാം ഇന്നലെ വൈകിട്ട് ഈ തീരുമാനം വരുമ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് പോയി വീട്ടിൽ നിന്നാണ് വാർത്ത നമ്മൾ ആദ്യം ഒരു അത്ഭുതമാണ്. എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് തന്നെയാണ്. കാരണം ഈ ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ രണ്ട് മണ്ഡലങ്ങളിലേക്ക് മറ്റധികം പേരുകളില്ലായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയാണ്. കാരണം ഇവർ രണ്ടുപേരും ഉറപ്പായും മത്സരരംഗത്ത് ഉണ്ടായിരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് ഉറപ്പിച്ചിരുന്നതാണ്. കാരണം ജില്ലയിലെ തലമുതിർന്ന രണ്ട് നേതാക്കൾ, മാത്രമല്ല ഈ മന്ത്രിസഭയിൽ ഏറ്റവും ഗംഭീര പെർഫോമൻസ് നടത്തിയ രണ്ട് മന്ത്രി, പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കാര്യം എനിക്ക് തോന്നുന്നു പാർട്ടി വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ജനങ്ങളൊന്നായി അംഗീകരിച്ച ഒരു മികച്ച മന്ത്രി എന്ന് തെളിയിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന്. അപ്പോൾ പാർട്ടി പറയുന്നത് പക്ഷേ CPM പറയുന്നത് ഒരു ടേം വ്യവസ്ഥ കർശനമായി പാലിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയായിരിക്കും CPM നേതൃത്വത്തിൻ്റെ മനസ്സിലുണ്ടാകുക. ഏതായാലും ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്നൊരു ആശങ്ക നിലവിൽ ആലപ്പുഴയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രസ്ഥാനമാണ് വലുത്, സംഭവം സത്യമാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ചില വ്യക്തികൾക്ക് സവിശേഷ സ്ഥാനമുണ്ട് എന്നുള്ളത് ഒരു പ്രാധാന്യമാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും CPM ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ ഈ കുറച്ചുകൂടി ജോലി ചെയ്യേണ്ടി വരും അല്ലേ? പിന്നെ കുറച്ച് അധികം ജോലി എടുക്കേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ എങ്ങനെയാകും പരിഹരിക്കുക എന്നുള്ളതായിരിക്കും. എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകാം. സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് CPM സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന സമിതി ഇന്ന് ചർച്ച ചെയ്യും. 5 മന്ത്രിമാരെയും സ്പീക്കറെയും ഒഴിവാക്കിയാണ് CPMന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക. EP ജയരാജൻ, AK ബാലൻ, തോമസ് ഐസക്, G സുധാകരൻ, C രവീന്ദ്രനാഥ് എന്നിവരാണ് സീറ്റ് നഷ്ടപ്പെട്ട മന്ത്രിമാർ. EP ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയാക്കി സംഘടനാ രംഗത്തേക്ക് കൊണ്ടുവരാനും ആലോചനയുണ്ട്. അനുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നത്. അനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലല്ലു. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ ഈ ഇടത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സമിതി യോഗമാണ് ഇന്ന് AKG സെൻറ്ററിൽ ചേരാൻ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ 5 മന്ത്രിമാരെയും സ്പീക്കറെയും മാറ്റി നിർത്തി ഒരു പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. സംസ്ഥാന സമിതിയാണ് ഇക്കാര്യത്തിൽ ഇനി ആർക്കൊക്കെ ഇളവ് നൽകണം, ഏതൊക്കെ തരത്തിൽ, അല്ലെങ്കിൽ ഇവിടങ്ങളിൽ പകരം ആര് എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച നടത്തേണ്ടതും തീരുമാനമെടുക്കേണ്ടതും സംസ്ഥാന സമിതിയാണ്. ഈ തീരുമാനങ്ങൾ വേണം ഇനി തിരിച്ച് ജില്ലാ നേതൃത്വങ്ങളിലേക്ക് പോകാൻ. ഏതായാലും ഇതിൽ പല മന്ത്രിമാരെയും മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന് വളരെ സാധാരണക്കാരുടെ ചോദ്യമുണ്ട്. അതിന് ഉണ്ടാവില്ലേ? അതായത് ഈ വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനത്തിൽ ഇവർ ആർക്കൊക്കെ ഇളവ് നൽകണം എന്ന് സംസ്ഥാന സമിതി തീരുമാനിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗോപി ചോദിച്ചതുപോലെ വളരെ പ്രതീക്ഷയോടെ ആളുകൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരൊക്കെ നോക്കിയിരിക്കുന്ന ചില പേരുകളാണ് ഒഴിവാക്കപ്പെട്ടത്. എന്തായിരിക്കും പൊതുവെ സംസ്ഥാന സമിതിയുടെ ഒരു മൂഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഒഴിവാക്കപ്പെട്ട പല പേരുകളും ഒട്ടൊരു അവിശ്വസനീയതയോടെയാണ് സാധാരണ പാർട്ടി പ്രവർത്തകരും അനുഭാവികളൊക്കെ കാണുന്നത്. ലല്ലു, തീർച്ചയായും ലല്ലു സൂചിപ്പിച്ചതുപോലെ മന്ത്രി തോമസ് ഐസക്, ധനമന്ത്രി, അതായത് കിഫ്ബി ഉൾപ്പെടെയുള്ള സർക്കാർ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ സർക്കാർ നേട്ടങ്ങളായി കാണുന്ന കിഫ്ബി പദ്ധതികളുടെ സൂത്രധാരൻ തോമസ് ഐസക്, അതുപോലെ തന്നെ G സുധാകരൻ, അതായത് ഇതുവരെയും അഴിമതിയുടെ യാതൊരുവിധ ആരോപണങ്ങൾ നേരിടാത്ത G സുധാകരൻ ഉൾപ്പെടെയുള്ള 5 മന്ത്രിമാരെ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ തീരുമാനമെടുത്തത്. ഇന്ന് ഇക്കാര്യം CPM സംസ്ഥാന സമിതി ചർച്ച ചെയ്യുകയും ചെയ്യും. ഏതാണ്ട് 24 ഇടങ്ങളിലാണ് പുതിയ MLA-മാരെ അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥികളെ CPM പുതുമുഖങ്ങളെ കണ്ടെത്തേണ്ടി വരിക. 2 ടേം പൂർത്തിയാക്കിയവരെ മത്സരിപ്പിക്കേണ്ട എന്ന ഒരു കർശന നിലപാടിലേക്ക് പാർട്ടി കടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിണറായി കഴിഞ്ഞാൽ മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള CPM നേതാവ് EP ജയരാജൻ അടക്കമുള്ളവർ മാറി നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ലല്ലു പറഞ്ഞതുപോലെ EP ജയരാജനെ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും CPM-നെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം. ഇതിൽ ആർക്കൊക്കെ ഇളവ് നൽകണം? നേരത്തെ സൂചിപ്പിച്ചത് G സുധാകരൻ വീണ്ടും മന്ത്രിയാകണ്ടേ എന്നൊരു ചോദ്യം സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ സ്വാഭാവികമായും ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മികച്ച നേട്ടം ഉണ്ടാക്കിയ ഒരു മന്ത്രിയാണ് G സുധാകരൻ. അതുകൊണ്ട് തന്നെ G സുധാകരനെ പോലെ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തുടർ ഭരണത്തിലേക്ക് സർക്കാർ നീങ്ങുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ തോമസ് ഐസക്, രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ള 5 മന്ത്രിമാർ. ഏതായിരുന്നാലും ഇക്കാര്യങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതി തീർച്ചയായും ചർച്ച ചെയ്യും. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നലത്തെ സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഒരു നിർദ്ദേശം ഇതാണ്. കാരണം
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ മികച്ച വിജയത്തിന് ആധാരം അത് പുതിയ പുതുമുഖ സ്ഥാനാർത്ഥികൾ, പുതിയ യുവത്വം, അതിൻ്റെ ഒരു വലിയ സാന്നിധ്യവും അല്ലെങ്കിൽ അവരുടെ ഒരു മുന്നേറ്റവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആർക്കും ഇളവ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാകും ഒരുപക്ഷെ സംസ്ഥാന സമിതി കടക്കുക. അല്ല, അങ്ങനെ കടന്നാൽ പോലും തിരിച്ച് വീണ്ടും മണ്ഡലം സമിതികളിലേക്ക് ഈ പുതുക്കിയ സ്ഥാനാർത്ഥി പട്ടിക അയക്കും. അവിടെ നിന്നും വീണ്ടും അവർ അംഗീകരിച്ച ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുക. AK ബാലൻ സ്വാഭാവികം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ AK ബാലൻ മത്സരിക്കാനുള്ള സാധ്യത കുറവായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജമീലയാകും ഇപ്രാവശ്യം തരൂരിൽ നിന്ന് മത്സരിക്കുക എന്ന വാർത്തകളും പുറത്തു വരുന്നു. ഏതായാലും CPM-നെ സംബന്ധിച്ച് തുടർഭരണം ലക്ഷ്യമിടുന്ന പാർട്ടി ഏതായിരുന്നാലും 5 മന്ത്രിമാരെ, അതായത് മികച്ച പ്രകടനം നടത്തിയ മന്ത്രിമാരെ പോലും ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. ഏറെ നിർണായകമായ സംസ്ഥാന സമിതി തന്നെയാണ് ഇന്ന് CPM-നെ സംബന്ധിച്ച് നടക്കുന്നത്. തീർച്ചയായും അനു ഈ പറയുന്ന പോലെ ഇപ്പൊ ലല്ലു നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരെ ആലപ്പുഴയിലായിരിക്കും അല്ലേ? ആലപ്പുഴയിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി യുവാക്കൾക്കാണ് പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്നു ചർച്ച. എന്നിരുന്നാൽ തന്നെ ഇവരല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം അതെങ്ങനെയാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത്? തീർച്ചയായും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സുധാകരൻ, തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചവരൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. അതിനുശേഷം പുതിയ ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നു. ഇത്തരത്തിൽ പുതിയ യുവാക്കളെ ഇറക്കി കളം പിടിക്കുക എന്ന ഒരു രീതിയിലേക്കാണ് CPM ഇത്തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ ചേർന്ന് പുതിയ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 24 ഇടത്താണ് ജെയിംസ് മാത്യു, അതുപോലെ തന്നെ ഇത്തരത്തിൽ അതായത് വളരെ നല്ല പെർഫോമൻസ് നടത്തിയ MLA-മാരെ പോലും 2 ടൈം എന്ന കർശന നിബന്ധന നിർത്തിക്കൊണ്ട് തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഇപ്പോൾ പുതിയ രീതി, അല്ലെങ്കിൽ അവർ അത്തരമൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തെ പോലും ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പുതിയ യുവാക്കളെ കൊണ്ടുവന്ന് കളം പിടിക്കുക എന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് CPM കടന്നിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ഗോപി, ഏതായാലും ലല്ലു നമുക്ക് ഓരോ ജില്ലകളിലേക്കും പോകാം. എല്ലാവരും ഉണ്ട് എന്നാണ് നമുക്ക് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ ജില്ലകളിലും വെച്ചിട്ട് രാവിലത്തെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. എല്ലാ ജില്ലകളിലും നമ്മൾ അത്യാവശ്യം ബാക്കി സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ വേഗം അനുവിലേക്ക് തന്നെ മടങ്ങി വരാമെന്നാണ്. നമുക്ക് ആലപ്പുഴയിലേക്ക് തന്നെയാണ് ആദ്യം പോകേണ്ടത്. ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും ഒഴിവാക്കാനുള്ള തീരുമാനം ആലപ്പുഴയിൽ CPM-ന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിസന്ധിയാണ്. തീരുമാനം അണികളിൽ അസംതൃപ്തിക്ക് വഴിവെച്ചേക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. ശരണ്യയാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. ശരണ്യ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് സംസ്ഥാന സമിതിയെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയായിരിക്കും ആലപ്പുഴ ജില്ലാ നേതൃത്വം നോക്കിക്കാണുക എന്നത് ഉറപ്പാണ്. കാരണം ഈ 2 മന്ത്രിമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ മറ്റധികം പേരുകൾ ആലപ്പുഴ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. മന്ത്രിസഭയിലെ നല്ല പ്രകടനം നടത്തിയ 2 മന്ത്രിമാർ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സവിശേഷമായ സാഹചര്യം തീർച്ചയായും ആലപ്പുഴ ശരണ്യ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇളവ് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണോ ജില്ലാ നേതൃത്വത്തിനുള്ളത്? ലല്ലു, ഗോപി, ഗുഡ് മോർണിംഗ്. എന്തായാലും ആലപ്പുഴ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്പസമയത്തിനകം നടക്കാനിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെ. എന്തായാലും വളരെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനമാണ് ഇന്നലെ വൈകിട്ട് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. തോമസ് ഐസക്കും ജി സുധാകരനും 2 പേരും മന്ത്രിമാരെന്നുള്ള രീതിയിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ച ആളുകളാണ്. ഒപ്പം തന്നെ ജനസമ്മതിയുള്ള ആലപ്പുഴയിലെ 2 നേതാക്കന്മാരുമാണ്. ഇവർ മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളൊരു വാർത്ത അത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്തേക്ക് ഇത് UDF-ലേക്ക് പോവുകയാണെങ്കിൽ UDF ക്യാമ്പുകൾ വലിയ ആവേശത്തിലേക്ക് നീങ്ങുന്നു എന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ആലപ്പുഴ അമ്പലപ്പുഴ സീറ്റുകൾ ഇവർ 2 പേരും മത്സരിച്ചിരുന്നെങ്കിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷുവർ സീറ്റുകളായിരുന്നു. ആ ഒരു പശ്ചാത്തലം ഇപ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റ് വന്നതോടുകൂടി തന്നെ അത്തരമൊരു മീറ്റിങ്ങുകളും ഈ കോൺഗ്രസിന്റെ UDF-ന്റെയും മീറ്റിങ്ങുകളടക്കം വിളിച്ചുകൂട്ടി
കൂട്ടുകയും ഈ 2 സീറ്റുകളിലേക്കുമുള്ള ജയസാധ്യതയുണ്ടെന്നടക്കമുള്ള വിലയിരുത്തലോടുകൂടി ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരടക്കം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ കടുത്ത അതൃപ്തിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നമുക്ക് പറയാം. കാരണം ഇത് അവർ കൂട്ടി വായിക്കുന്നത് ഇവരെ ഒഴിവാക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമാണ്. അതിനപ്പുറത്തേക്ക് മറ്റു രീതിയിലുള്ള സംഘടനാ തലത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലപ്പുഴയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സജി ചെറിയാൻ അടക്കമുള്ള ആളുകളുടെ പോസ്റ്റുകൾ ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകൾ 55 കഴിഞ്ഞവർ ഇനി സംഘടനാ രംഗത്തേക്ക് കേന്ദ്രീകരിക്കണമെന്ന് പോസ്റ്റ് ഇടുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും പിന്നീട് അത് പിൻവലിക്കുകയും വിവാദമായ പശ്ചാത്തലത്തിൽ പിൻവലിക്കുകയും അന്ന് ഈ 2 പേരുകളും ഒക്കെയായി കൂട്ടി വായിക്കുകയും ഒക്കെ ആലപ്പുഴയിലെ രാഷ്ട്രീയം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കത്തിന് പിന്നിൽ അത്തരം നടപടികൾ പക്ഷേ ഈ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ തീരുമാനത്തിനപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിലെ തന്നെ ചില നേതാക്കൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഇവിടുന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ പേര് അംഗീകരിച്ചെങ്കിലും മുകളിൽ നിന്ന് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെട്ടും ഇത്തരം ഒരു പേര് ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്ന് മുന്നോട്ട് പോയ ആലപ്പുഴയിലെ CPM-ന്റെ തന്നെ നേതാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇത്തരം ഈ തീരുമാനങ്ങളെ കുറിച്ച് അറിവുള്ളവരുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവാദങ്ങളിലേക്ക് നീങ്ങാൻ സംഘടനാ തലത്തിൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ ഈ 2 പേർ അതിനപ്പുറത്തേക്ക് തുടർഭരണം എന്ന ഒരു ലക്ഷ്യം വെച്ച് ഇത്തരം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഈ 2 സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം പകരം വന്ന പേരുകൾ, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന പേരുകൾ അത്ര കണ്ട പ്രതീക്ഷ നൽകുന്നതല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആലപ്പുഴയിലും ജി സുധാകരന്റെയും ഒപ്പം തന്നെ തോമസ് ഐസക്കിന്റെയും പേരുകളാണ് നിർദ്ദേശിച്ചത്. അന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പകരം പേരുകൾ വേണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവ്വം ഒരു നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പേരുകൾ, അതായത് ആലപ്പുഴയിൽ PP ചിത്തരഞ്ജന്റെയും ഒപ്പം തന്നെ R നാസറിന്റെയും പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. ഒപ്പം തന്നെ ജി സുധാകരൻ തന്നെയാണ് അമ്പലപ്പുഴയിലേക്ക് H സലാമിന്റെയും CS സുജാതയുടെയും പേര് അന്ന് ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത്. അത്തരം ഒരു ആവശ്യം സെക്രട്ടറി മുകളിൽ നിന്നുണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് അങ്ങനെ 2 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടതും. ഒപ്പം തന്നെ ഇപ്പൊ KH ബാബുജാൻ അടക്കമുള്ള ആളുകളുടെ പേരുകളും അമ്പലപ്പുഴയിലേക്ക് പറയുന്നുണ്ട്. അതിനപ്പുറം UDF ക്യാമ്പുകളിലേക്ക് പോവുകയാണെങ്കിൽ അവർ നൽകിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അപ്പുറത്തേക്ക് പുതിയ ആളുകൾ, അതായത് DCC പ്രസിഡന്റ് M ലിജു അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവരുടെ അഭാവമുണ്ടെങ്കിൽ അമ്പലപ്പുഴയിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങളടക്കം നടക്കുന്നു. അത്തരം 2 ക്യാമ്പുകളിലും ഭയങ്കര ആവേശഭരിതമായ കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ വലിയ ആകാംക്ഷ ആലപ്പുഴക്കാർക്കുണ്ട്. ഇനി നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയെ വലിയ ആകാംക്ഷയോടെയാണ് ആലപ്പുഴയിലെ പ്രവർത്തകർ നോക്കിക്കാണുന്നത്. മാത്രമല്ല ഈ 2 സീറ്റുകളിലേക്കും വിജയം ഉറപ്പിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ വലിയൊരു കടമ്പ തന്നെ ഉണ്ടാകും എന്നുള്ളതിനകത്ത് അത് സംഘടനാതലത്തിലും ഒപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളെയും ഇത് അംഗീകരിപ്പിക്കുക എന്നത് സംബന്ധിച്ച് അതൊരു CPM-നെ സംബന്ധിച്ചത് വലിയൊരു കടമ്പ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ആലപ്പുഴ ബൈപ്പാസ് അടക്കമുള്ള നിർമ്മാണങ്ങളും അതിൽ ജനങ്ങൾക്കും നൽകിയ ഒരു സ്വീകാര്യതയും ജനങ്ങൾ കണ്ട ഒരു സ്വീകാര്യതയുമുണ്ട്. അത് അത്തരം ഒരു ഉത്സവമാക്കി മാറ്റിയ ആലപ്പുഴക്കാർ ഈ ഒരു തീരുമാനത്തെ എങ്ങനെ കാണും എന്നുള്ളത് തന്നെയാണ് ആലപ്പുഴ നോക്കിക്കാണുന്നത്. ഒപ്പം സംഘടനാ തലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും CPM നന്നായി ബുദ്ധിമുട്ടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലല്ലു ഗോപി. വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഈ ഏറ്റവും അടുത്താണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം എല്ലാം നടന്നതും. വളരെ ആഘോഷത്തോടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ ജനത ആഘോഷമാക്കിയതുമൊക്കെയാണ്. ഏതായാലും സംസ്ഥാന സമിതിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാന സമിതി പറഞ്ഞ പോലെ കോൺഗ്രസ് ക്യാമ്പ് ഭയങ്കര ആവേശത്തിലാണ് അത്ര ഈ 2 പേര് ഇല്ലാന്ന് പറയും. ഇനി അവർക്ക് ഭയങ്കര പ്രതീക്ഷ എടുത്തിട്ട് ഇന്ന് സംസ്ഥാന സമിതി ചേരുമ്പോൾ പറ്റിച്ചേന്ന് പറയുമെന്നുള്ളത് നോക്കണം. ഏതായാലും അതിന് സാധ്യത കുറവാണ് അല്ലേ? ഏതായാലും സംസ്ഥാന സമിതി അന്തിമ തീരുമാനമെടുക്കും. അത് മാത്രമല്ല സംസ്ഥാന സമിതി തീരുമാനമെടുത്തിട്ട് സംസ്ഥാന സമിതി തീരുമാനം ജില്ലാ നേതൃത്വത്തിൻ്റെക്ക് പോവും. അവിടെ നിന്ന് എന്താണ് അവർ തിരിച്ച് ചിലപ്പോൾ ഈ അവിടുത്തെ ഈ 2 സീറ്റുകളിലും വിജയത്തിന് പറഞ്ഞ അനിവാര്യരാണ് എന്നൊരു നിലപാട് ജില്ലാ കമ്മിറ്റി ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ? നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ശരണെ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ ഇങ്ങനെ പോയാൽ അവിടെ വെട്ടും എന്നറിയുമായിരുന്നവർ ഒരുപാടുണ്ടായിരുന്നെങ്കിൽ തിരിച്ചുണ്ടാവുമോ എന്നുള്ളതും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു ദിവസമാണെന്ന് ഏതായാലും കൃത്യമായി അതിന് പാർട്ടി ഉത്തരം നൽകുന്നതന്നെ പ്രതീക്ഷിക്കാം. സംഘടനാ സംവിധാനങ്ങൾ അതിന് പ്രാപ്തവുമാണല്ലോ. കോഴിക്കോടേക്ക് പോകാം. 2 ടൈം പരുത്തി മതിയെന്ന സംസ്ഥാന സമിതി കർശന നിലപാടെടുത്താൽ കോഴിക്കോട് നോർത്തിൽ പ്രദീപ് കുമാർ മത്സരിക്കില്ല. ഇവിടെ നേരത്തെ പരിഗണിച്ചിരുന്ന സംവിധായകൻ രഞ്ജിത്ത് തന്നെ മത്സരത്തിന് ഇറങ്ങിയേക്കും. കൊയിലാണ്ടി MLA ദാസിന്റെ കാര്യത്തിലും സംസ്ഥാന സമിതി തീരുമാനം നിർണായകമാവും. സനോജാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സനോജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ലല്ലു ഗോപി. സനോജ, ഈ പറഞ്ഞതുപോലെ സംവിധായകൻ രഞ്ജിത്ത് കോഴിക്കോട് നോർത്തിൽ പ്രദീപ് കുമാറിന് പകരം സ്ഥാനാർത്ഥിയാകും എന്ന് പറഞ്ഞു. പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ മത്സരിക്കുമെന്ന നിലപാട് രഞ്ജിത്ത് എടുക്കുന്നു.
പിന്നീട് അദ്ദേഹം പിന്മാറുന്നു. അവിടെ പ്രദീപ് കുമാർ തന്നെ വരുന്നു. പ്രദീപ് കുമാറിന് വേണ്ടി പ്രചരണം നടത്താൻ താൻ ഇറങ്ങുമെന്ന് രഞ്ജിത്ത് പറയുന്നു. ഇങ്ങനെയൊരു അവസ്ഥയിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. 2 ടേം എന്ന വ്യവസ്ഥ കർശനമാക്കിയാൽ 4 തവണ MLA ആയ പ്രദീപ് കുമാറിൻ്റെ ഒരു 5-ാം ഊഴം കോഴിക്കോട് നോർത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. കൊയിലാണ്ടി MLA ദാസൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുക. ഇവിടങ്ങളിൽ പകരമാര് എന്ന തരത്തിലുള്ള ചർച്ച, അല്ലെങ്കിൽ ഈ 2 സീറ്റിലും പകരം പേരുകൾ ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ടോ? സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് കാക്കുകയാണോ കോഴിക്കോട് ജില്ലാ നേതൃത്വം? തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും വളരെ നിർണായകം തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ പ്രദീപ് കുമാർ 4 തവണ മത്സരിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരമായി ഏറ്റവും മുൻനിരയിലുണ്ടായ പേര് സിനിമാ സംവിധായകനായ രഞ്ജിത്തിൻ്റേത് തന്നെയായിരുന്നു. എന്നാൽ പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഈ സർക്കാർ വലിയധികം പ്രവർത്തനം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് ജില്ലയിലെ നോർത്ത് മണ്ഡലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആധുനികവൽക്കരണം നടത്തിയ വലിയ തോതിലുള്ള പ്രശംസ പിടിച്ചു പറ്റിയ ഒരു മണ്ഡലമായിരുന്നു കോഴിക്കോട് നോർത്ത്. അവിടെ പ്രദീപ് കുമാറിൻ്റെ പ്രവർത്തനം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നത്. അത്തരത്തിൽ ജനകീയ കൂട്ടായ്മയുടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രദീപ് കുമാർ നടത്തിയ ഇടപെടലുകളാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയിരുന്നത്. അങ്ങനെ ജനമനസ്സുകളിൽ ഒരു സ്ഥാനം പ്രദീപ് കുമാറുണ്ട്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയെ പെട്ടെന്ന് മാറ്റി നിർത്തിയാൽ അത് പാർട്ടിക്ക് ഗുണകരമാവില്ല എന്ന ഒരു പൊതുവികാരം പാർട്ടിക്കുള്ളിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രദീപ് കുമാറിനെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയും ഒടുവിൽ താൻ പ്രദീപ് കുമാറിന് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങാൻ സജീവമാണ് എന്ന് ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേട്ടിരുന്ന രഞ്ജിത്തും രംഗത്ത് വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പാർട്ടി കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രദീപ് കുമാറിൻ്റെ പേര് നിർദ്ദേശിക്കുവാൻ ഇടയാക്കിയത്. അവിടെ പ്രദീപ് കുമാറിൻ്റെ പേര് മാത്രമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തത്. എന്നാൽ ഇപ്പോൾ 2 ടേമിൽ കൂടുതൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെ ഒഴിവാക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേരുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രദീപ് കുമാറിനെ ഒഴിവാക്കി പകരം ആരെ എന്ന തരത്തിലേക്കുള്ള ചോദ്യം വീണ്ടും ഉയരുകയാണ്. അവിടെ രഞ്ജിത്ത് മത്സരിക്കുമോ അത് മറ്റ് ആരെങ്കിലും പരിഗണിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടേക്ക് ജില്ലാ സെക്രട്ടറി P. മോഹനൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ രഞ്ജിത്ത് തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. സമാനമായ സാഹചര്യമാണ് കൊയിലാണ്ടിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. കൊയിലാണ്ടിയിൽ ദാസൻ UDF-ന്റെ കോട്ടയായിരുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന മണ്ഡലം തിരിച്ചുപിടിച്ചതാണ്. കഴിഞ്ഞ 2 ടേമിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും പരിഗണിച്ചുകൊണ്ട് ദാസനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളതാണ് പ്രാദേശിക നേതൃത്വത്തിൻ്റെയും പ്രവർത്തകരുടെയും വികാരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാസനെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിപ്പെടുകയും അവിടെ ദാസൻ്റെ പേര് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ 2 ടേമിൽ കൂടുതൽ മത്സരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തണമെന്ന CPM-ന്റെ നിർദ്ദേശം ദാസനും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ദാസനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത് ഒരു വനിതയെ അവിടെ പരിഗണിക്കണമെന്ന ഒരു ശുപാർശ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ജില്ലാ ഘടകത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ പറഞ്ഞു കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു പേര് P. സതീദേവിയുടേതാണ്. P. സതീദേവി നമുക്കറിയാം P. ജയരാജൻ്റെ സഹോദരി കൂടിയാണ്. അവരുടെ പേരാണ്. അവരുടെ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് P. സതീദേവി. ഒപ്പം തന്നെ M. മെഹബൂബിൻ്റെ പേരും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹം കൺസ്യൂമർ ഫെഡ് ചെയർമാനാണ്. അദ്ദേഹം പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ്. മണ്ഡലവുമായി സുപരിചിതനാണ്. ഇങ്ങനെയുള്ള 2 ആളുകളുടെ പേരുകളാണ് ഈ കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് വരികയാണെങ്കിൽ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിൽ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ മുഹമ്മദ് റിയാസിനെയും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റ് മണ്ഡലങ്ങളിലെ കാര്യങ്ങളിലൊന്നും തന്നെ കാര്യമായ തർക്കങ്ങളോ സംശയങ്ങളോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ പോലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെയും കൊയിലാണ്ടി മണ്ഡലത്തിലെയും കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ആ കാര്യത്തിൽ CPM സംസ്ഥാന സമിതി തന്നെയാണ് ഒരു നിർണായക തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടത്. 2 ടേമിൽ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നാൽ സ്വാഭാവികമായും ദാസനും പ്രദീപ് കുമാറും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുക. ഗോപി, ലല്ലു. ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്ക കോഴിക്കോടില്ല. പക്ഷേ ഇനി നമ്മൾ കണ്ണൂരേക്കാണ് പോകുന്നത്. അവിടെ സസ്പെൻസ് ഒരുപാട് സസ്പെൻസുകൾ ബാക്കിയാണ്. മനോഭരത്താണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. മനു, ഗുഡ് മോർണിംഗ്. ഏതായാലും EP ജയരാജൻ മത്സരരംഗത്ത് ഇല്ല എന്നാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം. അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകളുണ്ട് എന്നാണ്
തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ വിവരം കണ്ണൂരിൽ മട്ടന്നൂരിൽ കെ ശൈലജ മത്സരിക്കുന്നു. 2 ടേം പൂർത്തിയാക്കിയ ജെയിംസ് മാത്യു, ടി.വി. രാജേഷ് എന്നിവരും മാറും. കേന്ദ്ര കമ്മിറ്റി അംഗം എം.വി. ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിച്ചേക്കും. പി ജയരാജനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണോ എന്നതിലും ഇന്ന് വ്യക്തത വന്നേക്കും എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കണ്ണൂരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഇ പി മത്സരിക്കുന്നില്ല, ശൈലജ ടീച്ചർ മട്ടന്നൂരിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ടി.വി. രാജേഷിനും അതുപോലെ ജെയിംസ് മാത്യുവിനും പകരക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയിരിക്കുന്നത്? കണ്ണൂരിൽ വളരെ ഏറ്റവും അധികം ചർച്ചാ വിഷയമായത് ഈ മട്ടന്നൂർ മണ്ഡലം തന്നെയാണ്. കാരണം ഈ കൂത്തുപറമ്പിൽ നിന്ന് കെ ശൈലജ ടീച്ചർ മാറും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് വ്യക്തമായതോടെ കൂത്തുപറമ്പ് LJDക്ക് വിട്ടുകൊടുക്കും എന്ന ധാരണ നേരത്തെ തന്നെ ഉണ്ട്. അങ്ങനെ വന്നാൽ കൂത്തുപറമ്പ് LJDക്കും കണ്ണൂർ നിയോജക മണ്ഡലം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും വിട്ടുകൊടുക്കേണ്ടതാണ്. KP മോഹനായിരിക്കണം കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥി. അപ്പോൾ കെ ശൈലജ എവിടെ മത്സരിക്കും എന്ന ചോദ്യം തുടക്കം മുതൽ കണ്ണൂരിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. സുരക്ഷിതമായ മട്ടന്നൂർ മണ്ഡലത്തിലേക്ക്, ടീച്ചറുടെ വീട് കൂടി അവിടെയാണ്, മട്ടന്നൂർ മണ്ഡലത്തിലേക്ക് മാറണം എന്നതായ ഒരു പൊതുവികാരം ഉണ്ടായിരുന്നു. എന്നാൽ പേരാവൂർ പോലെ ഉള്ളൊരു മണ്ഡലം, UDFന് കയ്യിലുള്ളൊരു മണ്ഡലം തിരിച്ചു പിടിക്കാൻ കെ ശൈലജ ടീച്ചറെ പോലുള്ള ഒരാളെ ഇറക്കിയാൽ ഒരുപക്ഷെ കഴിഞ്ഞേക്കും എന്നൊരു ചർച്ചയും CPMനകത്ത് നേതൃത്വത്തിനിടെ നടക്കുകയുണ്ടായി. പക്ഷേ കൂടുതൽ സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ അവരെ മത്സരിപ്പിച്ച് വിജയം ഉറപ്പാക്കുക എന്ന നിലപാട് തന്നെയാണ് അതിനാണ് കൂടുതൽ പിന്തുണ ലഭിച്ചത്. മാത്രമല്ല EP ജയരാജൻ ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി സെക്രട്ടറി അയക്കുമെന്ന സൂചനകളും കണ്ണൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ EP ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് മട്ടന്നൂരിലെത്തി മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ വീണ്ടും തിരിച്ചു മത്സരിച്ചേക്കുമോ, അങ്ങനെയുള്ള സൂചനകളുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നത്. പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ അതിൻ്റെ ചിത്രം വളരെ വ്യക്തമായി. ഈ CPM നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ കണ്ണൂരിൽ ലംഘിക്കേണ്ട എന്ന ഒരു പൊതു നിലപാട് പ്രത്യേകിച്ച് P ജയരാജനെ പോലുള്ള ആളുകൾ അതിൽ വളരെ ശക്തമായി സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചു. കാരണം മറ്റിടങ്ങളെ പോലെയല്ല, കണ്ണൂരിൽ വലിയൊരു കുറേ കൂടെ ഒരു പാർട്ടിക്ക് കൂടുതൽ ഒരു കേഡർ സ്വഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പൊതു മാനദണ്ഡങ്ങൾ ലംഘിക്കാതെ അത് കൃത്യമായി പാലിക്കാൻ കഴിയണം എന്ന നിലപാടായിരുന്നു ഈ സെക്രട്ടേറിയറ്റിൽ P ജയരാജൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചത്. അപ്പോഴാണ് തനിക്ക് മട്ടന്നൂരിൽ മത്സരിക്കാൻ താല്പര്യം ഇല്ല എന്ന നിലപാട് EP ജയരാജൻ അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ EP മത്സരിക്കുന്നില്ലെങ്കിൽ താൻ മത്സരിക്കാനുള്ള സന്നദ്ധത കെ ശൈലജ ടീച്ചർ അറിയിക്കുകയും ചെയ്തു. അതാണ് കണ്ണൂരിൽ ഈ മട്ടന്നൂർ കൂത്തുപറമ്പ് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നൊരു ചർച്ച. പക്ഷേ മറ്റിടങ്ങളിൽ ഏറെക്കുറെ ചിത്രം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കും എന്ന കാര്യത്തിൽ ആർക്കും നേരത്തെ തൊട്ട് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതേപോലെ പുതിയ ഒരു അസംബ്ലി മണ്ഡലത്തിലേക്ക് പുതുതായി എത്തുന്നത് KV സുമേഷ് ആയിരിക്കും എന്ന കാര്യത്തിലും എല്ലാവർക്കും ഏറെക്കുറെ ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം അഴീക്കോട് മത്സരിക്കുമോ അതോ ഇനി കണ്ണൂർ മന്ത്രി S രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് എസിന് നൽകിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറുമോ എന്നൊരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കോൺഗ്രസ് എസിന് തന്നെ കിട്ടും എന്ന സാഹചര്യം വരുമ്പോൾ ഈ KV സുമേഷ് അഴീക്കോട് മത്സരിക്കും എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ്. പിന്നെ ഒന്നുള്ളത് പയ്യന്നൂരിലാണ്. നമ്മൾ 2 ടേം MLAമാർ മാറുന്നു. ജെയിംസ് മാത്യു അതുപോലെ TV രാജേഷും മാറുന്നതിനോടൊപ്പം തന്നെ C കൃഷ്ണേട്ടനും പയ്യന്നൂരിൽ നിന്ന് മാറും എന്ന കാര്യവും നേരത്തെ വ്യക്തമായിരുന്നു. അവിടെ TI മധുസൂദനൻ മത്സരിക്കുമെന്ന പൊതുവികാരമാണ് അവിടെ നിന്ന് പ്രതിഫലിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പാർട്ടിക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇനിയുള്ളത് കല്യാശ്ശേരിയാണ്. അപ്പോൾ കല്യാശ്ശേരിയിൽ TV രാജേഷ് മാറുന്നൊരു സാഹചര്യത്തിൽ കല്യാശ്ശേരിയിൽ ആര് മത്സരിക്കുമെന്ന് M വിജിൻ്റെ പേരാണ് ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്നത്. M വിജിൻ മത്സരിച്ചേക്കും എന്ന് തന്നെയാണ് അവിടെ നിന്ന് കല്യാശ്ശേരിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലെ വിവരം. അങ്ങനെ ഈ കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥികൾ ആര് എന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായൊരു ചിത്രം തലശ്ശേരിയിൽ AN ഷംസീർ തന്നെ മത്സരിക്കും എന്ന് വ്യക്തമാണ്. അങ്ങനെ ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായൊരു ചിത്രം നേരത്തെ തന്നെ ഉണ്ട്. ഘടകകക്ഷികളുടെ കാര്യത്തിലും വലിയ ഒരു ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ഒരു ഊഹാപോഹങ്ങൾക്ക് വഴിയില്ല. ഇവിടെ ആകെ ഇനി നിലനിൽക്കുന്ന ഒരു കാര്യം പേരാവൂർ മണ്ഡലത്തിൻ്റെയാണ്. പേരാവൂരിൽ ആര് മത്സരിപ്പിക്കണം എന്ന കാര്യം പിന്നീട് സെക്രട്ടേറിയറ്റ് വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കി. പൊതുസമ്മതനായ ആരെയെങ്കിലും നിർത്തിയാൽ പേരാവൂർ തിരിച്ചു പിടിക്കണമെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകണമോ എന്ന കാര്യം വിശദമായി ചർച്ച ചെയ്തു. ഏതായാലും അതൊക്കെ സംസ്ഥാന നേതൃത്വത്തിന് ഒടുവിൽ വിടുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ അവിടെ കെ ശൈലജ ടീച്ചറെ പരീക്ഷിക്കാൻ എന്ന ചർച്ച പിന്നീട് അവസാനിച്ചു. അപ്പോൾ പേരാവൂരിലേക്ക് ആര് എന്നതാണ് ഇനി കണ്ണൂരിൽ ഇടത് ക്യാമ്പിൽ നിന്ന് നമുക്കറിയേണ്ടത്. മറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ
വ്യക്തവുമാണ്. ശരി മനു, ഇനി നമുക്ക് പാലക്കാടേക്ക് പോകാം. പാലക്കാടാണ് കുറച്ചും കൂടി കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ സസ്പെൻസ് ഉള്ള ഒരിടം. സ്വാഭാവികമായിട്ടും പാലക്കാടേക്ക് വരുമ്പോൾ ഷൊർണൂരിൽ MLA ശശിയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും സംസ്ഥാന നേതൃത്വം ഒഴിവാക്കി. അതുണ്ടാക്കുന്നൊരു അസ്വസ്ഥത ഒരു ഭാഗത്ത്. പിന്നെ ഷൊർണൂരിൽ ഒരു മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കാനാണ് ശശിയെ മാറ്റിയത് എന്നാണ് സൂചന. ഇതിനു പുറമെ ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒരു ഭാഗത്തുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ പ്രസാദ് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം, മന്ത്രി ബാലന്റെ ഭാര്യ ഡോക്ടർ PK ജമീല അവരെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം എത്തരത്തിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് വാർത്തയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പ്രസാദ് തന്നിട്ടുണ്ട്. അതിലേക്ക് പോയിട്ട് പ്രസാദിലേക്ക് പോകുമെന്ന് വിചാരിക്കും. ഇതിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശശിയെ ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിന് പുറമെ ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കാരണമായിട്ടുണ്ട്. ഒറ്റപ്പാലം MLA P ഉണ്ണിയെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ടാണ് PK ശശിയെ ഷൊർണൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതിൽ നിന്നും മാറ്റിയതെന്നാണ് സൂചന. രണ്ടാം ടൈം മാത്രമായതിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് സമർപ്പിച്ച പട്ടികയിൽ ഷൊർണൂർ MLA PK ശശിയെയും ഒറ്റപ്പാലം MLA P ഉണ്ണിയെയും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ശശിയോട് മാറി നിൽക്കാൻ നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ സംസ്ഥാന നേതൃത്വത്തിലെ ആരെങ്കിലും മത്സരിക്കും. ഒറ്റപ്പാലം MLA P ഉണ്ണിയെയും രണ്ടാം തവണ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാടാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പകരം ആര് എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. PK ശശിയെ സംഘടനാ ചുമതലകളിലേക്ക് മാറ്റിയേക്കും. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ നിലവിൽ 3 ടേം പൂർത്തിയായതിനാൽ അടുത്ത സമ്മേളനത്തോടെ ശശിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും. DYFI വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്നുണ്ടായ വിവാദങ്ങളും ശശിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇതും മാറ്റി നിർത്താനുള്ള കാരണങ്ങളിലൊന്നാണ്. പരാതിയെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന PK ശശി അടുത്തിടെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങിയെത്തിയത്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പ്രസാദ് ചേരുകയാണ് പാലക്കാട് നിന്ന്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഏതായാലും PK ശശിയെ മത്സരരംഗത്തു നിന്ന് മാറ്റി നിർത്താനുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിർണായകമായ തീരുമാനം ഇന്നലെ ഉണ്ടായിരിക്കുന്നു. പകരം സംസ്ഥാന നേതൃത്വത്തിൽ ഒരാളെ ഷൊർണൂരിലേക്ക് കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. ആരായിരിക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ധാരണ അവിടെ പാലക്കാട് CPM-നുണ്ടോ? അതുപോലെ തന്നെ P ഉണ്ണിക്ക് പകരം ആരെ മത്സരരംഗത്തിറങ്ങുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? ഗുഡ് മോർണിംഗ് ലല്ലു, ഗോപി. പാലക്കാട് 2 സീറ്റുകളിൽ ആണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുള്ളത്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുത്തിട്ടുള്ള സിറ്റിംഗ് MLA-മാരിൽ P ഉണ്ണിക്കും ഷൊർണൂരിൽ PK ശശി MLA-യും തുടരാൻ തന്നെയായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇന്നലെ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചപ്പോൾ അതിൽ PK ശശിയോട് മാറി നിൽക്കാൻ നേതൃത്വം ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് PK ശശിയെ വിളിച്ച് ഇത്തവണ മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിലൊരു പ്രധാന കാരണം അവിടെ ഷൊർണൂർ മണ്ഡലത്തിൽ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കുന്നു. നമുക്ക് പാലക്കാട് നിന്നും ലഭിക്കുന്ന സൂചനകൾ ഒരുപക്ഷെ ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവൻ തന്നെ ഷൊർണൂരിൽ മത്സരിച്ചേക്കാം എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നേരത്തെ തന്നെ അത്തരം സൂചനകൾ ഉണ്ടായിരുന്നു A വിജയരാഘവന്റെ. പക്ഷേ മണ്ഡലം മലമ്പുഴയിൽ മത്സരിച്ചേക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ മലമ്പുഴയിൽ ഇപ്പോൾ മറ്റൊരു പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൊർണൂരിൽ A വിജയരാഘവനെ മത്സരിപ്പിച്ചേക്കാം എന്നുള്ളതാണ്. PK ശശിയെ സംഘടനാ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി CPM അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുകയാണ്. 3ാം ടേമാണ് നിലവിലുള്ള ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. അദ്ദേഹം മാറുന്നതോടുകൂടി PK ശശിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാവാം PK ശശിയെ മാറ്റുന്നത്. പക്ഷേ മറ്റൊരു കാരണം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, അതും കൂടി ഒരു കാരണമായി മാറാനുള്ള സാധ്യത ആണ് പറയുന്നത്. അതായത് DYFI ജില്ലാ വനിതാ നേതാവിന്റെ ഒരു പരാതിയെ തുടർന്നുണ്ടായ വിവാദങ്ങളും പിന്നീട് PK ശശി പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് ജില്ലാ കമ്മിറ്റി, ഇപ്പോൾ സമീപകാലത്താണ് അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഈ ഒരു വിവാദം ശശിയെ വിടാതെ തന്നെ പിന്തുടരുന്നുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ശശി മത്സരിച്ചാൽ അത് ഷൊർണൂരിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും അതൊരുപക്ഷെ UDF-ഉം BJP-യും എല്ലാം വലിയൊരു പ്രചരണമാക്കി മാറ്റാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാകാം PK ശശിയെ ഷൊർണൂർ മണ്ഡലത്തിൽ നിന്ന് മാറാൻ. കാരണം ഒരു തവണ മാത്രമാണ് അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടുള്ളത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാവാം അദ്ദേഹത്തോട് മാറി നിൽക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷൊർണൂരിൽ ഒറ്റപ്പാലത്ത് P ഉണ്ണിയാണ് മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ഉണ്ണിയായിരുന്നു അവിടെ MLA, നിലവിലെ MLA. അദ്ദേഹത്തോടും അദ്ദേഹത്തെ മാറ്റുമെന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും 2 ടേം കൊടുക്കുമെന്നൊരു പൊതു പ്രചരണങ്ങളുണ്ടായ സാഹചര്യത്തിൽ തന്നെയാണ് P ഉണ്ണിയെ അവിടേക്ക് പരിഗണിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് സാധ്യത
സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശുപാർശ നൽകിയിട്ടുള്ളത്. പക്ഷേ പി ഉണ്ണിയെ മാറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ പകരം ആര് എന്നുള്ളത് എന്ന് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. കാരണം നിലവിലെ ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനെ മലമ്പുഴയിലോ ഒരുപക്ഷെ ഒറ്റപ്പാലത്തെ പരിഗണിച്ചേക്കാം എന്നുള്ളതാണ്. കൂടുതൽ സാധ്യത മലമ്പുഴയിൽ തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു തർക്കം, മലമ്പുഴയിലെ മറ്റ് പരിഗണനയിലുള്ളത് A പ്രഭാകരന്റെ പേരാണ്. A പ്രഭാകരൻ കഴിഞ്ഞ 2-3 തവണയായി പട്ടികയിൽ ഒന്നാമത് ഇടം പിടിക്കുകയും ഒരു ഘട്ടത്തിൽ ചുമരെഴുത്ത് പോലും പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ചുമരെഴുത്ത് പോലും നടന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു പരിഗണന ഇത്തവണ കൊടുത്താൽ ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രനെ ഒരുപക്ഷെ ഒറ്റപ്പാലത്തേക്ക് മാറ്റിയേക്കാം. അതല്ല എങ്കിൽ അവിടെ ജയദേവൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക CPM-ന്റെ തന്നെ പ്രാദേശിക നേതാക്കളുണ്ട്. ജയദേവൻ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, DYFIയുടെ വലിയ മുൻ നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജയദേവനെയും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്തേക്ക് ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഷൊർണൂരുടെ കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിച്ച് പറയാം, PK ശശിയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പകരം അവിടെ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കും. പ്രസാദ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി AK ബാലൻ്റെ ഭാര്യ ഡോക്ടർ ജമീലയുടെ സ്ഥാനാർത്ഥിത്വമാണ്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ജമീലയുടെ പേര് സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചതായി വാർത്ത വന്നു. പിറ്റേന്ന് മന്ത്രി AK ബാലൻ അത് ചില കേന്ദ്രങ്ങൾ പടച്ചുവിട്ട വാർത്തയാണെന്ന പ്രതികരണം അദ്ദേഹം തിരക്കിട്ട് നടത്തുന്നത് കണ്ടു. ഇന്നലെ വീണ്ടും മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ AK ബാലൻ മത്സരിച്ച എന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ PK ജമീല വീണ്ടും മത്സരിക്കും എന്ന് തന്നെയാണ്. ജമീലയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്ന് അതൃപ്തിയുണ്ട് എന്ന മട്ടിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് CPM-നകത്തെ ഒരു വികാരം? ലല്ലു, ജമീല ബാലനെ തരൂരിൽ മത്സരിപ്പിക്കുന്നതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് പാലക്കാട് CPM-ലെ ജില്ലാ നേതാക്കൾക്കുള്ളത്. പലരും പങ്കുവെക്കുന്നത് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 4 തവണയായി AK ബാലൻ 2 തവണ തരൂരിൽ MLA ആയിരുന്നു. അതോടൊപ്പം അതിന് തൊട്ട് മുമ്പ് തരൂർ മണ്ഡലം ആകുന്നതിന് മുമ്പ് കുഴൽമന്ദം മണ്ഡലത്തിലായിരുന്നു. അവിടെയും 2 തവണ AK ബാലൻ മത്സരിച്ച് MLA ആയിട്ടുണ്ട്. 2 തവണ മന്ത്രിയായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ അവിടെ മത്സരിപ്പിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്താമായിരുന്നു എന്നുള്ള ഒരു പൊതുവികാരം തന്നെയാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉള്ളത്. പക്ഷെ ആരും തന്നെ അത് പരസ്യമായി പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജമീല ബാലന്റെ പേര് വന്നപ്പോൾ തന്നെ വലിയ അതൃപ്തി ജില്ലയ്ക്കകത്തും തരൂർ മണ്ഡലത്തിലും തന്നെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. തരൂർ മണ്ഡലത്തിൽ ഇത് പറയുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവവികാസം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അതായത് ജമീല ബാലൻ മത്സരിക്കുന്നതോടുകൂടി തരൂർ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു അതൃപ്തിയിൽ ഒരു വലിയ വോട്ട് ചോർച്ച ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് കൂടിയാണ് കോൺഗ്രസിലെ AV ഗോപിനാഥിനെ ഇപ്പോൾ LDF കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. AV ഗോപിനാഥിന് നമുക്കറിയാം ആ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ കഴിഞ്ഞ 42 വർഷത്തോളമായി കോൺഗ്രസ് മാത്രം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. അതിനോട് സമീപ പഞ്ചായത്തുകളിലും AV ഗോപിനാഥ് എന്ന കോൺഗ്രസ് നേതാവിന് അത്രയേറെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വോട്ട് ചോർച്ച അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതൃപ്തിയോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടി AV ഗോപിനാഥിന്റെ LDF ഒരു വരവ് പരിഹാരമാകും. ഇത് മുൻകൂട്ടി കണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ നടക്കുന്ന കോൺഗ്രസിലെ കൂടി ഉള്ള ഒരു പ്രശ്നം എന്നുള്ള ഒരു രാഷ്ട്രീയ ചർച്ച കൂടി പാലക്കാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജമീല ബാലനെ അന്തിമ തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ വന്നെങ്കിൽ പോലും വലിയ അതൃപ്തി പാർട്ടിക്ക് അകത്തുണ്ടാകുന്നുണ്ട്. കാരണം PKS-ന്റെ സംസ്ഥാന നേതാക്കൾക്കുൾപ്പെടെ പട്ടികജാതി ക്ഷേമ സമിതിയിലെ നേതാക്കൾക്കാർക്കും തന്നെ പാലക്കാട് സീറ്റ് നൽകിയിട്ടില്ല. കോങ്ങാട് നൽകിയിരിക്കുന്നത് PP സുമോദിനാണ്, DYFIയുടെ ജില്ലാ പ്രസിഡന്റ് PP സുമോദിനാണ്. മറ്റൊന്ന് ജമീല ബാലനാണ്. വളരെ സംവരണ 2 മണ്ഡലങ്ങളാണ് ജില്ലയിൽ ഉള്ളത്. ഈ മണ്ഡലങ്ങളിൽ ഈ PKS-ലെ ആർക്കെങ്കിലും ഒരു പരിഗണന കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ശാന്തകുമാരി, S അജയകുമാർ, അതോടൊപ്പം പൊന്നുക്കുട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പരിഗണിക്കും എന്നതായിരുന്നു PKS-ന്റെ നേതാക്കളും കരുതിയിരുന്നത്. പക്ഷേ അവർക്കാർക്കും അത്തരത്തിലൊരു പരിഗണന കിട്ടിയിട്ടില്ല. ഇതും വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. തരൂർ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു പാർട്ടിക്കകത്തുള്ള ഒരു അതൃപ്തി അതുകൂടി ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതുകൂടി കണ്ടറിയണം. ജമീല ബാലന്റെ സ്ഥാനാർത്ഥിത്വം അന്തിമ തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഇന്ന് സംസ്ഥാന സമിതിയുണ്ട്. അതിനുശേഷം നടക്കുന്ന ആ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വീണ്ടും വരും. എങ്ങനെയാണ് അതിനെ കാണുക എന്നുള്ളത് അറിയില്ല. എന്തായാലും ജില്ലാ നേതാക്കൾക്കിടയിലും ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്കിടയിലും കടുത്ത അതൃപ്തി തന്നെയാണ് ജമീല ബാലന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്.
അതാണ് പാലക്കാട് നിന്ന് പ്രസാദിന് നൽകാനുള്ള വിവരം. ഈ പറഞ്ഞതുപോലെ അവിടെ ഈ തരൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകകരമായ ചില രാഷ്ട്രീയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു മറ്റേ പാട്ടാ ബാലൻ. ഏതായാലും അല്ല, അത് മാത്രമല്ല, അത് കൊടുക്കുന്നൊരു മെസ്സേജ്, അതാണ് ഇതിനകത്തെ പ്രശ്നം. 4 തവണ അദ്ദേഹം മത്സരിച്ച് ജയിച്ച് 2 തവണ മന്ത്രിയായ മണ്ഡലമാണ്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതുമായി ബന്ധപ്പെട്ട് CPM അണികൾക്ക് നിലയിൽ തന്നെയുള്ള വാർത്ത വരുന്നു. പിന്നെ അദ്ദേഹം അത് നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ടുള്ള വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് വന്നതെന്ന് പിന്നെയും വരുന്നു. പ്രസാദ് പറഞ്ഞ പോലെയാണെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടിട്ട് AV ഗോപിനാഥനുമായിട്ടുള്ള ഒരു ഇത് ഏതായാലും വളരെ സങ്കീർണമാണ് കാര്യങ്ങൾ, കൗതുകകരവുമാണ്. പക്ഷേ ഇന്നത്തെ സംസ്ഥാന സമിതിയിലാണ് അതിലൊരു തീരുമാനം. അന്തിമ തീരുമാനം സംസ്ഥാന സമിതിയിലാണ്. എന്നാലും നമുക്കൊരു ഇടവേള പോയിട്ട് തിരിച്ചു വരാൻ തോന്നുന്നു. കാരണം ഇടവേളയ്ക്ക് ശേഷം UDF-ൻ്റെയും ലീഗിൻ്റെയും എല്ലാം വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുമായി നമ്മുടെ പ്രതിനിധികൾ കാത്തിരിക്കുകയാണ്. ഒരു ഇടവേള എടുത്ത് വേഗം തിരിച്ചു വരാം. ഈ പരിപാടി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പതിവ് മാരത്തോൺ ചർച്ചകൾ ഇത്തവണ ഉണ്ടാകില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അനുമതിക്കായി മാത്രം പട്ടിക ഹൈക്കമാൻഡിലേക്ക് സമർപ്പിച്ചാൽ മതിയെന്നാണ് ധാരണ. UDF-ലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇന്നും തുടരും. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ഇന്ന് കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. വിജയസാധ്യതയാണ് മാനദണ്ഡമെന്ന് പറയുമ്പോഴും ഗ്രൂപ്പ് പരിഗണന തന്നെയാണ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ നിറയുന്നത്. യുവാക്കളെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ പതിവ് മുഖങ്ങൾക്ക് തന്നെയാണ് മുൻഗണന. എന്തായാലും സ്ഥാനാർത്ഥി ചർച്ചകൾ ഡൽഹിയിലേക്ക് നീളുന്ന പതിവ് ഇത്തവണയുണ്ടാകില്ല. ശനിയാഴ്ച നേതാക്കളുടെ ഡൽഹി യാത്ര ഒഴിവാക്കി. DCC പ്രസിഡന്റുമാരുടെ അഭിപ്രായം കേട്ടു. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ നേതൃത്വത്തിൽ KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർ ഒന്നിച്ചിരുന്ന് പട്ടിക തയ്യാറാക്കി തുടങ്ങി. ഹൈക്കമാൻഡ് നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും തലസ്ഥാനത്തെത്തി. തർക്കം തുടരുന്ന മണ്ഡലങ്ങളുടെ കാര്യം മാത്രം കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിക്ക് വിട്ടാൽ മതിയെന്നാണ് തീരുമാനം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായും മുസ്ലിം ലീഗ് നേതാക്കളുമായും ഇന്ന് ചർച്ചകളുണ്ടാകും. ജോസഫിന് മൂവാറ്റുപുഴയും ലീഗിന് പേരാമ്പ്രയും പട്ടാമ്പിയുമാണ് ആവശ്യം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇന്ന് തീരുമാനം അറിയിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും നിർണായകമായ ലീഗിൻ്റെ യോഗവും നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇന്ന് ചേരുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് യോഗം. ജനറൽ സെക്രട്ടറി KPM മജീദ് മത്സരിക്കുന്ന അടക്കമുള്ള തീരുമാനം യോഗത്തിലുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുമോദ്, എത്രമാത്രം നിർണായകമാണെന്ന് യോഗം? നമ്മൾ പറഞ്ഞ പോലെ മജീദിൻ്റെ കാര്യം, പിന്നെ പുതുതായി കിട്ടിയ മണ്ഡലങ്ങൾ, അതിലെ പ്രാതിനിധ്യം എങ്ങനെയാണ്, അതിലാരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ. അത് മാത്രമല്ല, ഈ KM ഷാജി അഴീക്കോട് വിട്ട് കാസർഗോഡേക്ക് പോകുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിന് കാസർഗോഡ് നിന്ന് എതിർപ്പ് വരുന്നു. KM ഷാജി ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് കഴിഞ്ഞ വർഷം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും KM ഷാജിയുടെയും ഒക്കെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഗോപി, ലല്ലു, ഇന്ന് ലീഗിന്റെ ആദ്യഘട്ടത്തിലുള്ള പാർലമെന്ററി ബോർഡ് യോഗമാണ് ചേരുന്നത്. രാവിലെ ചർച്ച ചെയ്യുന്നത് UDF-ലെ യോഗത്തിലെ കാര്യങ്ങളായിരിക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന UDF യോഗത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളെ ധരിപ്പിക്കുക. മാത്രമല്ല, സീറ്റ് വിഭജനം ഇനിയും പൂർത്തിയാവാനുണ്ട്. അപ്പോൾ ഇനിയുള്ള ചർച്ചകൾ ഫോൺ വഴിയായിരിക്കും, ഓൺലൈൻ വഴിയായിരിക്കും എന്നാണ് അറിയുന്നത്. അക്കാര്യത്തിലൊരു ധാരണ എത്തുക എന്നതാണ് ആദ്യത്തെ അജണ്ട. രണ്ടാമതായിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരിക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയം ഇന്നൊരു ദിവസം കൊണ്ട് പൂർത്തിയാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പാർലമെന്ററി ബോർഡ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഉന്നതാധികാര സമിതിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു യോഗം, പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്ത് അത് താഴെത്തട്ടിലേക്ക് പോയി വന്നിട്ട് വേണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ. അതുകൊണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും മറ്റ് UDF-ലെ മറ്റ് കക്ഷികളുടെയും സ്ഥാനാർത്ഥി നിർണ്ണയം പ്രഖ്യാപനം വന്നതിന് ശേഷമേ ലീഗിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. ലീഗ് നേരത്തെ കൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നില്ല. മറിച്ച് UDF-ലെ മറ്റ് കക്ഷികളെല്ലാം എപ്പോഴാണോ പ്രഖ്യാപിക്കുന്നത് അതേ സമയത്ത് തന്നെയായിരിക്കും ലീഗിൻ്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നാണ് മുസ്ലിം ലീഗിലെ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. പക്ഷേ ആദ്യമായിട്ട് പാർലമെന്ററി ബോർഡ് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, KPM മജീദിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ KM ഷാജിയുടെ മണ്ഡലമാറ്റം, PV അബ്ദുൽ വഹാബ് മത്സരിക്കുമോ എന്നുള്ള കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രാഥമികമായിട്ട് ഒരു വിശകലനം, ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഒരു തീരുമാനം എന്തായാലും ഇന്നുണ്ടായിരിക്കില്ല എന്ന് ഉറപ്പാണ്. ആദ്യം ഈ UDF മീറ്റിങ്ങിന് ശേഷം ആദ്യമായാണ് മീറ്റിംഗിൽ പങ്കെടുത്ത നേതാക്കൾ പാണക്കാട് ഹൈദരലി തങ്ങളെ അടുത്തെത്തുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും. സ്വാഭാവികമായിട്ടും ഇന്നത്തെ പ്രധാനപ്പെട്ട ലീഗിൻ്റെ ഒരു മുഖ്യമായ അജണ്ട ഈ സീറ്റ് വിഭജനത്തിലെ തർക്കം പൂർത്തിയാക്കി
ആവശ്യപ്പെടുന്ന സീറ്റുകൾ നേടിയെടുക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുക എന്ന് തന്നെയായിരിക്കും. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുക. അനുമോദ്, ഇന്ന് മാർച്ച് 5-ആണ്. മാർച്ച് 12 മുതൽ മറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങും എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് UDF-ൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു മാർച്ച് 7-8 അല്ലെങ്കിൽ ആ സമയത്തോടു കൂടി അവസാനിക്കുമെന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് ലീഗിനെ സംബന്ധിച്ച് ലീഗ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക തലത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും നടത്തിയതായി അറിവുണ്ട്? അത് ആരൊക്കെ എവിടെയൊക്കെയാണ്? അതായത് ജില്ലാ കമ്മിറ്റികൾ എന്തെങ്കിലും പട്ടിക സമർപ്പിക്കുകയോ അതിന് മുകളിൽ സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും ചർച്ചകൾ മറ്റോ നടത്തിയിട്ടുണ്ടോ? ലീഗിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിൽ പ്രാഥമികമായിട്ടുള്ളൊരു ധാരണയെല്ലാം ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 12 സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. അതിൽ ഇത്തവണ 5 സീറ്റുകളിൽ അതത് MLA-മാർ തന്നെ മത്സരിക്കാനാണ് സാധ്യത. കൊണ്ടോട്ടി, വള്ളിക്കുന്ന്, കോട്ടയ്ക്കൽ, ഏറനാട് തുടങ്ങിയ 4 സീറ്റുകളും ഒരുപക്ഷെ പെരിന്തൽമണ്ണയും അത്തരത്തിലൊരു സാധ്യത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. മാറ്റം വരുന്നത് മലപ്പുറം ജില്ലയിൽ മങ്കട, മഞ്ചേരി, താനൂർ, തിരൂർ, മലപ്പുറം, വേങ്ങര തുടങ്ങിയ സീറ്റുകളിലാണ്. ഇതിൽ മലപ്പുറവും വേങ്ങരയും അത് മുതിർന്ന നേതാക്കൾ മത്സരിക്കുമെന്ന് തന്നെയാണ് സൂചന. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ തന്നെയാകും മത്സരിക്കുക. മലപ്പുറത്ത് KP മജീദിനാണ് പരിഗണന കൊടുത്തിരുന്നത്. പക്ഷേ അദ്ദേഹം മത്സരിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ UA ലത്തീഫായിരിക്കും മലപ്പുറത്ത് മത്സരിക്കാൻ സാധ്യതയുള്ളത്. PV അബ്ദുൽ വഹാബ് ആ സമയം അങ്ങനെയാണെങ്കിൽ മഞ്ചേരിയിൽ മത്സരിക്കുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലീഗിലെ മറ്റ് ജില്ലകളിൽ നിന്ന് നേതാക്കൾ സാധാരണ മലപ്പുറം ജില്ലയിൽ മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും മുൻപും ഉള്ള പതിവാണ്. ഇത്തവണ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. PK ഫിറോസിന്റെ പേര് താനൂരിലേക്ക് സജീവമായി തന്നെ കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ തിരൂരങ്ങാടിയിൽ കഴിഞ്ഞ 2 തവണയായിട്ട് PK അബ്ദുറബ്ബാണ് അവിടെ MLA. അദ്ദേഹത്തിന് പകരം PMS എല്ലാം മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തിരൂരിൽ ഒരു പ്രവാസി ലീഗിന്റെ നേതാക്കന്മാരായിരിക്കും മത്സരിക്കുക എന്ന രീതിയിലാണ് വിലയിരുത്തലുള്ളത്. അവിടേക്ക് ആദ്യം മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ്റെ പേരായിരുന്നു പരിഗണിച്ചിരുന്നത്. പക്ഷേ ഷംസുദ്ദീൻ മണ്ണാർക്കാട് നിന്ന് മാറുകയാണെങ്കിൽ അവിടെ ആ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകും എന്ന തരത്തിലൊരു വിലയിരുത്തലുള്ളതുകൊണ്ട് അത്തരത്തിലൊരു മാറ്റത്തിന് സാധ്യത കുറവാണ്. മങ്കടയാണ് പിന്നീട് ഉള്ള ഒരു മണ്ഡലം. മങ്കടയിലും ഏതെങ്കിലും പുതുമുഖങ്ങളായിരിക്കാം. ഈ അഹമ്മദ് കബീർ മാറുകയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റുവാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. യൂത്ത് ലീഗ് നേതാക്കൾക്കും ഇത്തവണ പരിഗണന ഉണ്ടാകും. 4 സീറ്റെങ്കിലും യൂത്ത് ലീഗിന് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. PK ഫിറോസ്, അതുപോലെ തന്നെ PM സാദിഖ് അലി, നജീബ് കാന്തപുരം, MSF-ന്റെ ദേശീയ പ്രസിഡന്റ് TP അഷ്റഫ് അലി എന്നിവരുടെ പേരാണ് ഈ ഒരു പട്ടികയിലേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. KN ഖാദർ, അദ്ദേഹം വേങ്ങരയിലെ ഇപ്പോഴത്തെ MLA ആണ്. അദ്ദേഹം നമ്മളോട് തന്നെ പറഞ്ഞിരുന്നു മാറിക്കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ മറ്റൊരു പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് അദ്ദേഹം നമ്മളോട് തന്നെ അന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഗുരുവായൂർ സീറ്റിന് വേണ്ടി അദ്ദേഹം ശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ എവിടേക്ക് പരിഗണിച്ചേക്കുമെന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ MK മുനീർ, അദ്ദേഹം കോഴിക്കോട് സൗത്തിൽ നിന്നും കൊടുവള്ളിയിലേക്ക് മാറുമ്പോൾ സൗത്തിൽ ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. അവിടെ വനിതയ്ക്ക് നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അവസാന ഘട്ടത്തിലേക്ക് ചർച്ച എത്തുമ്പോൾ വനിതകൾക്ക് സാധ്യത വളരെ കുറവാണ് എന്ന തരത്തിലേക്കാണ് റിപ്പോർട്ടുകൾ വരുന്നത്. KM ഷാജി കാസർഗോഡേക്ക് മാറുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അഴീക്കോട് തന്നെയാണ് താല്പര്യം എന്ന് അറിയിക്കുകയും അതുപോലെ തന്നെ കാസർഗോഡുള്ള ജില്ലാ നേതാക്കൾ പാണക്കാട് ഹൈദരലി ശിഹാബ് കണ്ട് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ട എന്ന തരത്തിലുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു വലിയ ഏകദേശം ഒരു ധാരണയെല്ലാം തന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലായിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ, ഒന്ന് KP മജീദ് മത്സരിക്കുന്ന കാര്യം, 2 PV അബ്ദുൽ വഹാബിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിനും കമറുദ്ദീനും പകരം ഉള്ള കാര്യങ്ങൾ. അത്തരത്തിൽ ഒരു 4-5 കാര്യങ്ങൾ മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഒരു രൂപം ലീഗിനുള്ളിൽ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, വളരെ വിശദമായി അനുമോദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏതായാലും ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ വിശദാംശങ്ങളുമായി അനുമോദ് തുടർന്നുള്ള ബുള്ളറ്റിനുകളിലും നമുക്കൊപ്പം ഉണ്ടാകും. നമുക്ക് കേരള കോൺഗ്രസ് തർക്കമാണ് സീറ്റ് വിഭജനത്തിൽ കീറാമുട്ടിയായി നിൽക്കുന്ന ഒരു വിഷയം. ആ വാർത്ത നോക്കിയാൽ മൂവാറ്റുപുഴ സീറ്റിനെ ചൊല്ലി UDF-ൽ തർക്കം തുടരുകയാണ്. സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കില്ലെന്നും ജോസഫ് പക്ഷവുമായി ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ പറഞ്ഞു. എന്നാൽ സീറ്റ് വിട്ടുകിട്ടാൻ മുന്നണിയിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ജോസഫ് പക്ഷം. UDF-ൽ ആദ്യഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ നടന്നിട്ടും മൂവാറ്റുപുഴയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിട്ടില്ല. സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസും കേരള കോൺഗ്രസും. ഫ്രാൻസിസ് ജോർജിനായി PJ ജോസഫ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിലും ചരടുവലികൾ ശക്തമാണ്. ജോസഫ് വാഴക്കൻ പ്രതീക്ഷയർപ്പിക്കുന്ന സീറ്റിൽ കൂടുതൽ പേരുകൾ ഉയർന്നു വന്നു തുടങ്ങി. മാത്യു കുഴൽനാടൻ, റോയ് K പൗലോസ്, ജെയ്സൺ ജോസഫ് എന്നിവരുടെ പേരും ചർച്ചകളിലുണ്ട്. സീറ്റിന്റെ കാര്യത്തിൽ ജോസഫ് പക്ഷവുമായി ഇനി ചർച്ചയുടെ ആവശ്യമില്ലെന്ന നിലപാടാണ് ജോസഫ് വാഴക്കന്. മൂവാറ്റുപുഴ കാര്യത്തിൽ അത് ഉണ്ടാവില്ല എന്ന് KPCC പ്രസിഡന്റ് 2 ദിവസം സന്നിഗ്ധമായിട്ട് അവരെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അതിനകത്തൊരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല.
അങ്ങനെ സംഭവിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിപ്പോൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഓരോരുത്തരും പറയുന്ന അവരുടേതായ ന്യായങ്ങളല്ലേ നിരത്തുന്നത്. അതിപ്പോൾ രണ്ടു കൂട്ടർക്കും സമ്മതമാണെങ്കിലല്ലേ അത് ആ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ളൂ. അപ്പം മൂവാറ്റുപുഴ സീറ്റിനെ സംബന്ധിച്ചുള്ള അതിനുള്ള ഒരു തർക്കത്തിനുള്ള കാരണമായി അവരും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു UDFിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സീറ്റാണ്. LDFിനായി സിറ്റിംഗ് MLA എൽദു എബ്രഹാം തന്നെയാകും മത്സര രംഗത്തെന്ന് ഉറപ്പായി കഴിഞ്ഞു. PC തോമസ് മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ BJPയും സ്ഥാനാർത്ഥി ചർച്ച സജീവമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ജോസഫ് ഗ്രൂപ്പിന് കൂടുതൽ സീറ്റ് നൽകാനുള്ള നീക്കത്തിൽ കോട്ടയത്ത് കോൺഗ്രസിൽ പ്രതിഷേധം പുകയുന്നു. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ അവഗണിച്ചാൽ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. സീറ്റ് വിഭജനം പൂർത്തിയായാലും കോട്ടയം ജില്ലയിൽ UDFിന് സ്ഥിതി എളുപ്പമാകില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇന്നലെ DCC ഓഫീസിൽ ചേർന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗമാണ് ജോസഫ് ഗ്രൂപ്പിനെതിരെ ആഞ്ഞടിച്ചത്. പല മണ്ഡലങ്ങളിലും വിജയസാധ്യതയില്ലാത്ത ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ നടത്തുന്നത് വിലപേശലാണെന്ന് യോഗം വിലയിരുത്തി. എന്നാൽ കേവലം യൂത്ത് കോൺഗ്രസിന്റെ നിലപാടായി ഇതിനെ കാണാനാകില്ല. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെയാണ് യൂത്ത് കോൺഗ്രസ് ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ട സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാമെന്നതാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 9 സീറ്റുള്ള കോട്ടയത്ത് 3 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ച പഴയ രൂപത്തിലുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതെവിടം വരെ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും പഴയതിനേക്കാൾ മുമ്പോട്ട് പോയേ മതിയാകൂ എന്നൊരു നില തന്നെയാണ്. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാലും കോട്ടയത്തെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്ന സൂചനകളാണ് ഇതോടെ പുറത്തുവരുന്നത്. ജോസഫ് ഗ്രൂപ്പിന് നൽകുന്ന സീറ്റുകളിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. ജോസഫ് ഗ്രൂപ്പിനെ ഒതുക്കിയാൽ തിരിച്ചും ഇതേ പ്രതിസന്ധി നേരിടേണ്ടി വരും. ചെറിയ അസ്വാരസ്യം പോലും കോട്ടയത്ത് UDFിന് വലിയ തിരിച്ചടിയാകും ഉണ്ടാക്കുക എന്നതാണ് ഇതോടെ വ്യക്തമാകുന്നത്. ന്യൂസ് 18 കോട്ടയം. പ്രശ്നമാണ്. പാലക്കാട് മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. K സുധാകരൻ ഇന്ന് പാലക്കാട് എത്തി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും തിരുവനന്തപുരത്ത് നേതൃയോഗമുള്ളതിനാൽ സന്ദർശനം നാളത്തേക്ക് മാറ്റി. പാർട്ടി വിടാനൊരുങ്ങി നിൽക്കുന്ന ഗോപിനാഥിനെ അനുനയിപ്പിക്കാൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ സമ്മർദ്ദം ശക്തമാക്കി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗോപിനാഥിന് പിന്തുണയർപ്പിച്ച് ഇന്നലെ പെരിങ്ങോട്ടുകുറിച്ചി പഞ്ചായത്ത് അംഗങ്ങൾ രാജി സന്നദ്ധത പ്രഖ്യാപിച്ചിരുന്നു. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം ഇന്നും തുടരും. ബംഗാൾ, അസം തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, E ശ്രീധരൻ, കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ് എന്നിവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 11 കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളും സംസ്ഥാനങ്ങളിലെ സുപ്രധാന നേതാക്കളുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. E ശ്രീധരനെ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ പാർട്ടിയിൽ ആശയക്കുഴപ്പം. സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രഖ്യാപനത്തെ തള്ളി V മുരളീധരൻ രംഗത്തെത്തി. എന്നാൽ പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാണ് സുരേന്ദ്രന്റെ വിശദീകരണം. വിജയയാത്രയ്ക്ക് തിരുവല്ലയിൽ നൽകിയ സ്വീകരണത്തിനിടെയാണ് മെട്രോമാൻ E ശ്രീധരനെ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത്. 18 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പാലാരിവട്ടം പാലം 5 മാസം കൊണ്ട് മെട്രോമാൻ E ശ്രീധരൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അഴിമതിയില്ലാതെ 5 മാസം കൊണ്ട് ആ പാലം മെട്രോമാൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മെട്രോമാൻ E ശ്രീധരൻ കേരളത്തിൽ വേണമെന്ന് അദ്ദേഹത്തോടും പാർട്ടിയോടും അഭ്യർത്ഥിച്ചത്. എന്നാൽ സുരേന്ദ്രന്റെ പ്രഖ്യാപനത്തെ തള്ളി കേന്ദ്രമന്ത്രി V മുരളീധരൻ തന്നെ രംഗത്തെത്തി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നുവെന്നും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചതെന്നും V മുരളീധരൻ. It should not be considered as an announcement of Mr. E Sridharan as the Chief Minister candidate. So I would like to clarify that part. അതേസമയം കേരളത്തിൽ BJPക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചർച്ചയിലേക്ക് എത്തിക്കാനായത് പാർട്ടിയുടെ മുന്നേറ്റമായാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ശ്രീധരനെ പോലെ വ്യക്തിപ്രഭാവമുള്ള ഒരാളെ ഉയർത്തിക്കാട്ടുന്നത് നേട്ടമുണ്ടാക്കുമെന്നും കണക്കുകൂട്ടുന്നു. K സുരേന്ദ്രന്റെ വിജയയാത്രയുടെ സമാപനത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനു മുൻപുള്ള സുരേന്ദ്രന്റെ പ്രഖ്യാപനത്തിലാണ്
ഇപ്പോഴത്തെ ആശയക്കുഴപ്പമെന്നാണ് സൂചന. പൊന്നാനിയിൽ നിന്ന് അധികം അകലെയല്ലാത്ത സ്ഥലത്ത് മത്സരിക്കാൻ തയ്യാറെന്ന് BJP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ഇ ശ്രീധരനും വ്യക്തമാക്കി. എനിക്ക് ഒരേ ഒരു കണ്ടീഷനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന പൊന്നാനിയാണ്. അവിടെ നിന്ന് വളരെ ദൂരെ ആവരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരെ തീർച്ചയാക്കണം ഏത് മണ്ഡലത്തിൽ നിന്നും. DGP-മാരായിരുന്ന ജേക്കബ് തോമസ്, സെൻകുമാർ എന്നിവരെയും സ്ഥാനാർത്ഥികളാക്കാൻ BJP നീക്കമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമം എന്ന മണ്ഡലമാണ് BJP കിട്ടിയ ഒ രാജഗോപാൽ നിലവിലെ MLA ആണ്. ആ പാർട്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന മട്ടിൽ അദ്ദേഹത്തെ തീരുമാനിച്ചതും പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിൽ തന്നെ ആശയക്കുഴപ്പമാണ്. സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു മെട്രോമാൻ ദാ വരുന്നു നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. കേന്ദ്രമന്ത്രി വൈദ്യനെ പറയുന്നത് അങ്ങനെ സംഭവമില്ല എന്ന് പറയുന്നു. ആകപ്പാടെ കൺഫ്യൂഷൻ. BJP അണിയോട് നല്ല സംസാരിച്ചിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാര് ശ്രീധരൻ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ട്. ബാക്കി പേര് പറയുമ്പോൾ ഏതായാലും ഇന്നലെ ട്രോളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ. മറ്റേ ഈ തർക്കം കണ്ട മറ്റൊന്ന് സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരുക്കത്തിലാണെന്ന മട്ടിലേക്കാണ്. ഏതായാലും അല്ല, അതിന് സുരേന്ദ്രൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് 30-30 സീറ്റ് കിട്ടിയാൽ മതി ഇത്ര ബാക്കി അങ്ങനെ ഉണ്ടാക്കുന്നത്. ഏതായാലും ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അല്ലേ, ഭയങ്കര തന്നെയാണ്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്